എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അത് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് admissions.kannur.university.in/FRYUG/ADM 2025/index.php എന്നുള്ള ലിങ്ക് മുഖേന ഈ ഒരു റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതായത് ഈ ഒരു ലിങ്ക് വഴി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോം പേജിലേക്കാണ് വരിക. അപ്പോൾ ഹോം പേജ് ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെയുള്ള ആ ഒരു കോഡ് എന്താണോ കാണുന്നത് അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്കൊരു ഒ ടി പി അല്ല ഒരു ലിങ്ക് വരുന്നതായിരിക്കും റീസെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു റീസെറ്റ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലെ റീസെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് ഏതാണോ പുതുതായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ജൂൺ 21-ാം തീയതി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 23-ാം തീയതി അതായത് നാളെ തിങ്കളാഴ്ചയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാൻഡറ്ററി ഫീ പേയ്മെൻ്റ് ആയിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ 990 രൂപയും SC/ST വിഭാഗമാണെങ്കിൽ 925 രൂപയുമാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഫീസ് പുതുതായിട്ട് അടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് ഒരു 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റമൊന്നും ഇല്ലാതെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ എപ്പോഴാണ് അഡ്മിഷനായിട്ട് പോവേണ്ടത് ആ ഒരു സമയം പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 3ാമത്തെ ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്, ആദ്യം കിട്ടിയത് 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഈ 3ാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ ആദ്യം അടച്ച ആ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെ എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതായിട്ട് കാണിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ FYUGP FYIMB ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ഹോം പേജിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു FYUGP അതുപോലെ തന്നെ FYIMB ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്മിഷൻ അറ്റ് കോളേജസ് BSc ഓർ BCA BCom BA ലാംഗ്വേജസ് അതുപോലെ BA നോൺ ലാംഗ്വേജസ് ഓർ BSW എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയക്രമം നോക്കിയിട്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നിങ്ങളുടെ ആ ഒരു സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോയിൽ കൃത്യമായിട്ട് എപ്പോഴാണ് നിങ്ങൾ അഡ്മിഷന് ഹാജരാവേണ്ട സമയം അതുപോലെ ഏത് ദിവസമാണെന്നിവ കൊടുത്തിട്ടുണ്ടാവും. ചില സമയത്ത് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. 24 മുതൽ 30-ാം തീയതി വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അഥവാ സമയമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ദിവസമാണ് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള സൗകര്യം ആദ്യ ദിവസങ്ങളിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ കുറവോ മറ്റോ ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് സംഘടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അലോട്ട്മെൻറ്റ് മെമ്മോ എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ആ ഒരു ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരു കോപ്പി എക്സ്ട്രാ എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. കാരണം ഇപ്പോൾ കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് കിട്ടത്തില്ല. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ല സ്കോളർഷിപ്പോ മറ്റിനൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് എടുത്തിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോടൊപ്പം തന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതുപോലെ കോളേജിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് വേണ്ട, എന്നാൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയായിരിക്കും എടുക്കേണ്ടി വരിക. കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ടെമ്പററി അല്ല, പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.